കഴിഞ്ഞ ഡിസംബറിൽ TMCയുടെ മുൻ MLA ആയിരുന്ന ഹുമയൂൺ കബീർ, അദ്ദേഹം വെസ്റ്റ് ബംഗാളിൽ MLA ആയിരുന്നാണ്, തൃണമൂൽ കോൺഗ്രസിൻ്റെ MLA ആയിരുന്നു. അദ്ദേഹം ഒരു പുതിയ പ്രൊജക്റ്റുമായിട്ട് രംഗത്തേക്ക് വന്നു. അത് ആളുകളൊക്കെ തന്നെ ഞെട്ടിച്ചിരുന്നു. കാരണം ബാബറി മസ്ജിദിൻ്റെ ഒരു റെപ്ലിക്ക മുർഷിദാബാദ് എന്ന് പറയുന്ന ജില്ലയിൽ അവിടെ ബൽദംഗ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിർമ്മിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് കേട്ട് ആളുകളൊക്കെ ഞെട്ടി. TMC അദ്ദേഹത്തോട് ഈ പ്രൊജക്റ്റ് പിൻവലിക്കാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹം കേട്ടില്ല, അദ്ദേഹത്തെ പുറത്താക്കി. അദ്ദേഹം പിന്നീട് ഒരു ന്യൂ ജനതാ ഉന്നയൻ പാർട്ടി എന്ന് പറയുന്ന AJUP എന്ന് പറയുന്ന ഒരു പാർട്ടി അദ്ദേഹം രൂപീകരിച്ചു. ആ പാർട്ടിയുടെ നേതൃത്വത്തിൽ അദ്ദേഹം മത്സരിക്കുകയാണ്. കൂടാതെ നമ്മുടെ അസദുദ്ദീൻ ഒവൈസി, എവിടത്തെയും BJPക്ക് വേണ്ടി മുസ്ലിം വോട്ട് ബാങ്കുകൾ കട്ട് ചെയ്യുന്ന അസദുദ്ദീൻ ഒവൈസി AIMIM അദ്ദേഹവും ആയിട്ട് സഖ്യം ചേർന്നു. ആ സഖ്യം ചേർന്ന് ഇദ്ദേഹം മത്സരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം അതിൻ്റെ ശിലാസ്ഥാപനം നടത്തുകയും ആയിരക്കണക്കിന് ആളുകൾ വരികയും ആയിരക്കണക്കിന് ആളുകൾക്ക് വലിയ തോതിൽ ഭക്ഷണം കൊടുക്കുകയും വലിയ ചെലവേറിയ ഒരു പരിപാടി നടത്തുകയും ചെയ്തു. അപ്പോൾ ആ പരിപാടി നടത്തുകയും ചെയ്തപ്പോൾ ഇത് വലിയ പ്രശ്നമുണ്ടാക്കും TMCക്ക് എന്നുള്ളത് വളരെ കൃത്യമായി അറിയാമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ട് ബാങ്കുകളൊക്കെ തന്നെ ഏകീകരിക്കാനുള്ള ഒരു സാധ്യതകളിലേക്ക് ഇത് വിരൽ ചൂണ്ടും എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ഫേസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ. രണ്ടാമത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഈ മുസ്ലിം വോട്ട് ബാങ്കിനകത്ത് തന്നെ ഒരു വിള്ളൽ സൃഷ്ടിക്കാനും അസദുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയും അതുപോലെ തന്നെ ഈ പറയുന്ന JUP എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയും കുറച്ച് വോട്ടുകൾ കൂടി കട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടി മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനുമൊക്കെ പുലിവാലാകും എന്നുള്ളത് നമുക്കെല്ലാം അറിയാമായിരുന്നു. അപ്പോൾ ഇതുപോലെ വളരെ വിദഗ്ധമായ പല പദ്ധതികളും, എന്ത് കാണിച്ചും ജയിക്കുക എന്ന് പറയുന്ന പല പദ്ധതികളും നടപ്പാക്കുന്ന ഒരു പാർട്ടിയാണ് BJP എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ കൊച്ചു കേരളത്തിൽ നിന്ന് കേവലം 20 MPമാരെ മാത്രമാണ് പാർലമെൻറ്റിലേക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ പോലും ജയിക്കാൻ വേണ്ടിയിട്ട് അവർ നേമത്ത് മദ്യം വിതരണം ചെയ്തു എന്നുള്ളത് നമുക്കറിയാം. ആ മദ്യം 300 ലിറ്ററിലധികം പിടിക്കപ്പെട്ടു. തൃശ്ശൂരിൽ കിറ്റാണ് വിതരണം ചെയ്തതെങ്കിൽ ഈ കിറ്റും മദ്യമൊക്കെ മേടിച്ച് പിന്നെ വിതരണം ചെയ്യേണ്ടത് എന്ന് വിചാരിച്ചിട്ടായിരിക്കും ശോഭാ സുരേന്ദ്രൻ എന്ത് ചെയ്തു, 15,000-ഉം 5,000-ഒക്കെ വീതം പണം തന്നെ വിതരണം ചെയ്തു. അതും കൈയോടുകൂടി പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് അത് AI വീഡിയോ ആണെന്നാണ്. കാരണം അപ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിയും, ഇനി AI ആണോ അല്ലേ എന്നൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്ക് തെരഞ്ഞെടുപ്പ് കഴിയും. അപ്പോൾ ഇവിടെയും ഇത്തരത്തിൽ ഒരു പ്രൊജക്റ്റ് ഈ പറയുന്ന ഹുമയൂൺ കബീറിനെ കൊണ്ടിട്ട് BJP നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ആരോപണമൊക്കെ തന്നെ ഈ മമതാ ബാനർജിയും TMCയും ഒക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതേസമയം തന്നെ ഈ ഹുമയൂൺ കബീറിനെതിരെ വളരെ വിദഗ്ധമായ നാടകം കളിച്ചുകൊണ്ട് അമിത്ഷായും ഒക്കെ തന്നെ ആഞ്ഞടിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രൊജക്റ്റ് നടപ്പാക്കപ്പെട്ടാൽ അത് വലിയ തോതിൽ ഡാമേജ് ആകുമെന്ന് കണ്ടുകൊണ്ട് TMC ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് എന്നൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തുകയും ഇദ്ദേഹം തന്നെ പുറത്ത് പറയുകയും ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത് ഏതാണ്ട് ഒരു 3-4 ദിവസം മുമ്പ് വന്നതാണ്. പക്ഷേ നമ്മൾ കേരളത്തിലെ ചില വലിയ വിഷയങ്ങളുമായിട്ടുള്ള തിരക്കിലായിരുന്നുകൊണ്ടാണ് ഇതെടുക്കാൻ കഴിയാതെ പോയത്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ഇത് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും അതുപോലെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിമാർ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കുന്നതെന്നും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഒരാൾക്ക് തന്നെ ഇതെല്ലാം അറിയാമെന്നും കൂടാതെ ഇതുമായി ബന്ധപ്പെട്ട് 1000 കോടി രൂപ അദ്ദേഹത്തിന് ഓഫർ ഉണ്ടെന്നും അതിൽ ഏറ്റവും ആദ്യത്തെ ഗഡുവായിട്ടുള്ള 200 കോടി രൂപ കിട്ടിക്കഴിഞ്ഞു എന്നുമാണ് പറയുന്നത്. അപ്പോൾ 200 കോടി രൂപ കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹം വളരെ ആഘോഷമായിട്ട് ഈ ശിലാസ്ഥാപനമൊക്കെ നടത്തിയത്. കൂടാതെ അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഒരു 50, 60, 70 സീറ്റുകളോളം ഇദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും അതുപോലെ മജ്ലിസ് ഈ പറയുന്ന പോലെ ഇത്തിഹാദീൻ എന്ന് പറയുന്ന അസദുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിക്കും കൂടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 85 അത്രയും ഒരു 70, 60, 70 സീറ്റുകളോളം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു 100, 120 സീറ്റുകൾ BJP പിടിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഒരു അലയൻസ് ആകാമെന്നും ഉപമുഖ്യമന്ത്രി സ്ഥാനം തന്നെ ഇദ്ദേഹത്തിന് ഓഫർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുമൊക്കെ പറയുന്നൊരു വീഡിയോ പുറത്തിറക്കിക്കൊണ്ട് ഈ പ്രൊജക്റ്റിനെ ചിന്ന ഭിന്നമാക്കുകയാണ് യഥാർത്ഥത്തിൽ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ചെയ്തിട്ടുള്ളത്. ഈ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിനെ വീഴ്ത്താൻ വേണ്ടിയിട്ടാണ് BJP സകല പഠിച്ച പണിയും 18 അടവും പയറ്റിക്കൊണ്ടിരിക്കുകയാണ് ബംഗാളിൽ. അതിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ അടവായിരുന്നത്. ആ അടവ് കൂടി BJP തൃണമൂൽ കോൺഗ്രസ് തകർത്തിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ഭയക്കുന്ന ഒരു നേതാവ് എന്ന് പറയുന്നത് അത് മമതാ ദീദിയാണ്, മമതാ ബാനർജിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഒത്ത എതിരാളിയാണ് നരേന്ദ്രമോദിക്ക് എന്ന് പറയേണ്ടി വരും. കാരണം ജയിക്കാൻ വേണ്ടി അവരും ഏതറ്റം വരെയും പോവും, എന്ത് വേണമെങ്കിലും ചെയ്യും എന്നുള്ളതെല്ലാം നമുക്കറിയാം. അത്തരത്തിൽ ഈ പറയുന്ന ഒരു പരിപാടി കൂടി അവർ പൊളിച്ചിരിക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കണം,
12,000 കോടി രൂപയിലധികം വന്നിട്ടുള്ള ഇലക്ട്രൽ ബോണ്ട് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ പിരിച്ചെടുത്തപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പിരിച്ചെടുത്തതിൽ 6,000-ലധികം കോടി രൂപ കിട്ടിയത് BJPക്കാണെങ്കിൽ ഏതാണ്ട് 1,200-ഓളം കോടി രൂപ കിട്ടിയിട്ടുള്ള ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് തൃണമൂൽ കോൺഗ്രസ് ആണ്. എന്ന് പറഞ്ഞാൽ പണത്തിന് പണം, മസിൽ പവറിന് മസിൽ പവർ, അതുപോലെ ഈ പറയുന്ന പോലെ മണി പവർ, ഇത്തരത്തിലുള്ള എല്ലാ പവറുകളും ഉണ്ട് എന്ന് മാത്രമല്ല ഏത് വിധേനയും തിരിച്ചടിക്കാനുള്ള മനസ്സും ഈ പറയുന്ന പോലെ ഉണ്ട് മമതാ ബാനർജിക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് അവരുടെ സ്ട്രാറ്റജി മുഴുവൻ നോക്കുന്ന ഐപാക് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഐപാക് എന്ന് പറയുന്ന, നേരത്തെ നമുക്കറിയാം ഈ പറയുന്ന പ്രശാന്ത് കിഷോറൊക്കെ അസോസിയേറ്റ് ചെയ്തിരുന്ന ആ വലിയ സ്ട്രാറ്റജിക്കൽ ഏജൻസി, അവരുടെ ഓഫീസ് റെയ്ഡ് ചെയ്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഫയലുകൾ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയിരുന്നു. ആ ഫയലുകൾ പിടിച്ചെടുക്കാൻ ശ്രമം നടത്തിയത് ഈ മമതാ ബാനർജിയുടെ എല്ലാം തന്നെ പ്ലാനുകൾ, പദ്ധതികൾ എന്താണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അതെല്ലാം തന്നെ തകർന്നുപോയി. കാരണം ഇതറിഞ്ഞ ഉടനെ തന്നെ മമതാ ബാനർജി ഒരുപാട് പോലീസുമായിട്ട് വന്ന് ആ ഫയലുകളെല്ലാം എടുത്തുകൊണ്ട് സ്വന്തം കയ്യിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. കൂടാതെ 90 ലക്ഷത്തിലധികം ആളുകൾ, ഏതാണ്ട് അവിടെ നിന്ന് 85-90 ലക്ഷത്തിലധികം ആളുകൾ SIR പ്രകാരം വോട്ടേഴ്സ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതിനെതിരെ മമതാ ബാനർജി നേരിട്ട്, നിങ്ങളൊന്ന് ആലോചിക്കണം, ഒരു മുഖ്യമന്ത്രി നേരിട്ട് സുപ്രീം കോടതിയിലെത്തി വാദിക്കുന്ന ദൃശ്യവുമൊക്കെ നമ്മൾ കണ്ടു. ഇതെല്ലാം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ തവണ തന്നെ BJP പഠിച്ച പണി 18 പറ്റിയിരുന്നു. പക്ഷേ പ്രശാന്ത് കിഷോറിൻ്റെയും ഐപാക്കിൻ്റെയൊക്കെ നേതൃത്വത്തിൽ 1.5 കൊല്ലത്തോളം പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും റിനൗൺഡ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റിനെ കൽക്കട്ടയിൽ താമസിപ്പിച്ച് തന്ത്രങ്ങൾ മെനഞ്ഞ് BJPക്കെതിരെ തിരിച്ചടിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ മമതാ ബാനർജി. അന്ന് പ്രശാന്ത് കിഷോർ പറഞ്ഞ വാചകം നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. വെറുതെ ഡയലോഗ് അടിക്കുകയാണ് അമിത്ഷാ എന്ന് പറയുന്നത് 100 സീറ്റുകൾ പിടിക്കുമെന്ന്. എവിടെ നിന്ന് നിങ്ങൾ 100 സീറ്റ് പിടിക്കുമെന്നാണ്, അധികാരത്തിലെത്തുമെന്നാണ്, ഏത് മേഖലയിൽ നിന്നാണെന്ന് പറയും. 100 സീറ്റുകൾ ഇത്തവണ BJP പിടിച്ചാൽ ഞാൻ ഈ പണി നിർത്തുമെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് അല്ലെങ്കിൽ തന്നെ പണി നിർത്തി. പക്ഷേ ഇതുകൊണ്ട് പണി നിർത്തേണ്ടി വന്നില്ല. കാരണം 77 സീറ്റുകൾ ആണ് ഏറ്റവും ഒടുവിൽ BJP കിട്ടിയത്. BJP വലിയ നേട്ടമുണ്ടാക്കി ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായി. ഇവരിൽ നിന്നുള്ള കുറേ ആളുകളെയുമൊക്കെ, സുവേന്ദു അധികാരിയെ പോലെയുള്ള ആളുകളെയുമൊക്കെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, അവിടെയുള്ള 2011 സെൻസസ് പ്രകാരം വെസ്റ്റ് ബംഗാളിലുള്ളത് 9.12 കോടിയോളം വരുന്ന ആളുകളാണ്. ഇപ്പോൾ ഏതാണ്ട് 10 കോടി എടുത്ത ആളുകളുണ്ട്. അതിൽ ഹിന്ദുക്കളുടെ ശതമാനം എന്ന് പറയുന്നത് 70.54% എന്ന് പറഞ്ഞാൽ 6.44 കോടിയോളം വരും. ഇത് 2011 സെൻസസ് ആണ്. പക്ഷേ ഇതിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ വ്യത്യാസങ്ങളിലേക്ക് പോകാത്തത് അത് ആധികാരികമായിട്ടുള്ള ഡാറ്റ അല്ലാത്തത് കൊണ്ടാണ്. അതേസമയം മുസ്ലിംസ് 27.01 പക്ഷേ ഇപ്പോൾ ഏതാണ്ട് 30-32% ഉണ്ട്. കാരണം ഇപ്പോൾ 2011 കഴിഞ്ഞിട്ട് നമുക്കറിയാമല്ലോ 15 കൊല്ലത്തോളം കഴിഞ്ഞിരുന്നു. അതുപോലെ ക്രിസ്ത്യൻസ് 0.72 ആണുള്ളത്. അതർ റിലീജിയൻസ് 1.42 ആണ്. അതുപോലെ തന്നെ ഹിന്ദുക്കളിൽ തന്നെ ST എന്ന് പറയുന്നത് 5.8% ആണ്. എന്ന് പറഞ്ഞാൽ 56.4 ലക്ഷത്തോളം ആളുകളുണ്ട്. അപ്പോൾ ഇതിൽ എൻ ബ്ലോക്കായി മുസ്ലിം വോട്ട് ബാങ്കുകൾ കൃത്യമായിട്ട് തന്നെ തൃണമൂൽ കോൺഗ്രസിന് കിട്ടും. ആ തൃണമൂൽ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകളിൽ വലിയ വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബാബറി മസ്ജിദ് ഞങ്ങൾ പണിയാൻ പോകുന്നു എന്ന് പറയുന്ന പ്രൊജക്റ്റുമായിട്ട് ആളുകൾ വന്നത്. കൂടാതെ അതുകൊണ്ട് 2 പ്രയോജനമുണ്ട്. ഒരു വെടിക്ക് 2 പക്ഷിയാണ്. കാരണം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാൻ കഴിയും, ഒന്ന്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയം, ഹിന്ദുക്കളുടെ ഒരു ഏകീകരണം അപ്പുറത്ത് BJPക്ക് അനുകൂലമായിട്ട് നടക്കുകയും ചെയ്യും. അത്തരത്തിൽ ഒരുതല മൂർച്ചയുള്ള ഒരു വാളായിരുന്നു ഈ പറയുന്ന പോലെ ഹുമയൂൺ കബീറിൻ്റെ ഈ പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. കൂടാതെ അദ്ദേഹത്തെ സംബന്ധിച്ച് വലിയ ലാഭമാണ്. കാരണം 1000 കോടി രൂപയോളം കിട്ടും എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ കൂടാതെ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ വലിയ സംരക്ഷണവുമൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണ BJP വലിയ പരിശ്രമം നടത്തിയിട്ട് ഏതാണ്ട് 37-38% വോട്ടുകളാണ് അവിടെ നേടാൻ കഴിഞ്ഞത്. അതേസമയം തൃണമൂൽ കോൺഗ്രസിന് 48-49% വോട്ടുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ഒരു പാർട്ടിയാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അവിടെയുള്ള സിറ്റുവേഷൻസ് ഇതാണ്. എന്ന് പറഞ്ഞാൽ ഈ വോട്ട് ബാങ്കുകളെ ഭിന്നിപ്പിക്കാൻ ഏത് വിധേനയും ജയ്ശ്രീം വിളികളോടുകൂടി വളരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഇവരെ പുറത്താക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ അജണ്ടകളാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ഈ 85-90 ലക്ഷത്തോളം ആളുകളെ SIR പ്രകാരം ഒഴിവാക്കിയതിൽ അവരിൽ മുസ്ലിം സമുദായത്തിലുള്ള ആളുകളാണ് കൂടുതൽ എന്നുള്ളത് കേൾക്കുന്നു. രണ്ടാമത്തെ കാര്യം, അതിൽ ഒരുപാട് വനിതകളാണെന്ന് കേൾക്കുന്നു. ഈ 2 വോട്ട് ബാങ്കുകളും, പ്രത്യേകിച്ച് വനിതാ വോട്ട് ബാങ്കൊക്കെ തന്നെ വലിയ ശക്തിയോടുകൂടി മമതാ ബാനർജിയുടെ ഒപ്പം നിൽക്കുകയാണ്. അതിന് നാരി ശക്തി പോലെയുള്ള, ലഡ്കി ബഹൻ പോലെയുള്ള പല പദ്ധതികളും തന്നെ അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ ഏത് പരിപാടി കൊണ്ടുവന്നാലും അതിനെ തകർത്ത് കളയുന്ന നരേന്ദ്രമോദിക്ക് ഒത്ത എതിരാളിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ മമതാ ബാനർജി എന്ന് പറയുന്നത്.
പറയുന്നത്. കാരണം ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന് നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ 12,000 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടിൽ 47% കിട്ടിയത് ബി ജെ പിക്കാണ്. രണ്ടാമത് കിട്ടിയത് കോൺഗ്രസിനാണ്. ഏതാണ്ട് കോൺഗ്രസിനോട് തൊട്ടടുത്ത് തന്നെ നിൽക്കുന്ന ഒരേ ഒരു പാർട്ടി എന്ന് പറയുന്നത് അത് മമതാ ദീദിയുടെ ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് ആണ്. ഇതെല്ലാം കണക്കിൽപ്പെടുന്ന പണമാണ്. നിങ്ങളറിയാം, കണക്കിലല്ലാത്തുള്ള പണവും മമതാ ബാനർജിയുടെ അടുത്ത് ഒരുപാടുണ്ട്. അത് ബി ജെ പിയുടെ അടുത്ത് ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ബി ജെ പിക്ക് ഇന്ത്യ മുഴുവൻ ചിലവാക്കാനാണ് ആ പണമെങ്കിൽ മമതാ ബാനർജിക്ക് അത്രയും പോലും പ്രശ്നമില്ല. ബംഗാളിൽ മാത്രം ചിലവഴിച്ചാൽ മതി എന്നുള്ളതാണ്. ബംഗാളിൽ മമതാ ബാനർജി അവിടുത്തെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരിയായിട്ടുള്ള ഒരു സീരിയൽ നടിയുടെ വീട്ടിൽ നിന്ന് മാത്രം, ഒരു റൂമിൻ്റെ അകത്ത് നിന്ന് മാത്രം പിടിച്ചിട്ടത് കൂട്ടിക്കിടക്കുന്ന ഈ പറഞ്ഞ 21 കോടി രൂപയും പിന്നെ നിരവധി സ്വർണ്ണാഭരണങ്ങളുമാണ്, കിലോ കണക്കിലെ സ്വർണ്ണങ്ങളൊക്കെയാണ് പാർത്ഥിബ് ചാറ്റർജി എന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് പണത്തിനും ഈ പറയുന്ന പോലെ മസിൽ പവറിനും അതുപോലെ തന്നെ ഐഡിയകൾക്കും കൂടാതെ ചങ്കൂറ്റത്തിനുമൊന്നും ഒട്ടും കുറവില്ലാത്ത ഒരേ ഒരു നേതാവാണ് ഇന്ത്യയിൽ മമതാ ബാനർജി എന്ന് പറയുന്നത്. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവും. അത് മറ്റേ ഐപാക്കിൻ്റെ ഓഫീസിലേക്ക് വന്നു കയറി എന്ന് മാത്രമല്ല, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ തടഞ്ഞു നിർത്തുകയും അവർക്ക് ആ ഫയൽ കൊടുക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് ആ ഫയലുകളെല്ലാം മമതാ ബാനർജി എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു. അങ്ങനെ ഏത് ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു നേതാവാണ്. ഇന്നല്ല, മമതാ ബാനർജി പണ്ടും അങ്ങനെ തന്നെയാണ്. ജയപ്രകാശ് നാരായണൻ്റെ കാറ് കൽക്കട്ടയിൽ വന്നപ്പോൾ ആ കാറിൻ്റെ മുമ്പിൽ കയറി നൃത്തം ചെയ്തിട്ടുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ആ പെൺകുട്ടിയുടെ പേര് അന്ന് മമതാ ബാനർജി എന്നാണ്. ഇന്നവർ ബംഗാളിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് മാത്രം. അന്നവർ കോൺഗ്രസിൻ്റെ യുവ നേതാവായിരുന്നു എന്നുള്ളത് ഓർക്കണം. അപ്പോൾ അതേ റേഞ്ചിൽ, അതേ ഈ പറഞ്ഞ പോലെ രീതിയിൽ, അതേ മസിൽ പവറോടുകൂടി, അതേ മണി പവറോടുകൂടി നേരിടാൻ കഴിയുന്ന ഒരു നേതാവായി മമതാ ബാനർജി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധം മുറുകയാണ് വെസ്റ്റ് ബംഗാളിൽ. ഇത്തവണ കുറച്ചുകൂടി നേട്ടം ബി ജെ പി ഉണ്ടാക്കും അവിടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ മമതയെ വീഴ്ത്തൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല.